ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കണ്ട്. ആന നട്ട കേറി കടിച്ച് തവിട് കൂടി ആക്കണം തോന്നണ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗം. അമ്മയും ചിന്നും കുഞ്ഞു സ്റ്റെപ്പുണ്ട്. ഇതിക്കോടെ ഇങ്ങനെ പൊളിഞ്ഞ് നശിച്ച് കിടക്കണ സ്റ്റെപ്പായ കാരണം ഇതിക്കോട്ടെ ഇപ്പൊ ടൂറിസ്റ്റുകാരൊന്നും വിടാറില്ല. ഇനി ഇവിടെ ഞങ്ങളൊക്കെ ഫുൾ കാട്. ഇതാ നല്ല ദിവ്യപ്രകാശം പോലെ കാണുന്ന സ്ഥലത്താണ് വെള്ളച്ചാട്ടം. കാട്ടിക്കൂടെ പോണ ആൾക്കാരെ കണ്ട നട്ട കേറി കടിച്ച് തവിട് കൂടി ആക്കണം തോന്നണ. ഇവിടെ മരൊക്കെ വീണ് കിടക്കാട്ടോ. ഇത് കുറെ നാള് മുന്നേ വീണതാണ് കേട്ടോ. വലിയ മരാട്ടാ. ഇതിന്റെ അടിക്കൂടെ കുനിഞ്ഞ് കിടക്കണം. അപ്പൊ അതിന് മുന്നേ ഞാൻ കോട്ടയം ഒന്ന് ചുരുക്കട്ടെ കേട്ടാ. ഓ മൈ ഗോഡ്, എന്റെ പൊന്നേ, ഓ മൈ ഗോഡ്. ഏത് അത് കുരങ്ങ് തന്നെയാണതാണ്, മനുഷ്യന്മാര് തന്നെയാണതാണ്. ആ അതന്നെ പറഞ്ഞ കുരങ്ങ് തന്നെയാണതാണ്. മനുഷ്യന്മാര് തന്നെ എനിക്കറിയില്ല. ചിന്നുവിന് വെള്ളച്ചാട്ടം കാണാനുള്ള ആഗ്രഹം കൊണ്ട് കൊച്ചിനെയും ഞാൻ എടുത്തോളാം, ബക്കറ്റും ഞാൻ എടുത്തോളാം എന്നാ പറഞ്ഞ് ആളെടുത്തിട്ട് പോയതാട്ടാ. ഇപ്പൊ കഷ്ടപ്പെട്ടൊക്കെയാണ് എടുക്കണത്. അത് എന്നോട് എന്തായാലും വെടി എടുത്തിട്ട് വന്നായെന്ന് പറഞ്ഞാണ് കാരണം ഞാൻ വെടി എടുത്തോണ്ടിരിക്കണം. ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണം. ഉള്ളിക്കോടെ പോയിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം കാണാം. ഇവിടേക്കൊക്കെ ഉള്ളത് അങ്ങോട്ടൊന്നും ഭാരം വിടറില്ല. അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്കിവിടെ വെള്ളച്ചാട്ടം കാണാം. ഓ മഴയും പെയ്തു തുടങ്ങി. ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കണ്ട്. ആന പോന്നോട്ടെ. ആ ഞാൻ പേടിച്ചു പോയി. കൂടുതൽ അവിടെ പുകയുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനെ പേടിച്ചേ. അത് ഡ്യൂട്ടിക്കാര് വന്നിട്ടുണ്ടായിരുന്നേ, അതിൻ്റെയാണ്.
കൊറേ നേരെ വീഡിയോ എടുക്കാന്ന് വെച്ച് വന്നതായിരുന്നു. പക്ഷെ നല്ല മഴയായി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഹായ്, ഫോട്ടോഷൂട്ട് എന്താ ക്യാമറയിലല്ല, മൊബൈലിലുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടിരിക്കുക. അവിടെ ഇട്ടാ മതി. ഫോട്ടോ കണ്ടാ ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ തിരിച്ചു പോവാണ്. അപ്പൊ അവിടെ ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പൊ പോയി കിടക്കാം. കംപ്ലീറ്റ് പാറമട പോലെ. അനന്തഭദ്രത്തിലെ കാവ്യമാതാവ് വീഴാൻ പോയപ്പോ പൃഥ്വിരാജ് പിടിക്കാൻ പോണ ഒരു സ്ഥലമുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇട്ടണത്. ഇപ്പൊ ആ വെള്ളമൊക്കെ കയറിയാകെ തവിട് പൊടിയായി കിടക്കാണ് ഈ ഭാഗത്തായിരുന്നത്. വെള്ളച്ചാട്ടം കണ്ട എവിടെയാ? വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക്, വെള്ളച്ചാട്ടത്തിന്റെ താഴേന്ന് ആ ഷെഡ് കണ്ട, ആ ഷെഡ് അവിടെയാണ് നമ്മൾ ഇന്നലെ ഇരുന്നാർന്നേ. അപ്പൊ അവിടേക്ക് നമ്മൾ വീണ്ടും പോവാണ്. ഇനി അവിടെ കയറെത്തുമ്പോ ഒരു പരിവാവും. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടാ. ഈ വഴിക്കാണ് നമ്മൾ കയറി വന്നത്. ഇവിടേക്ക് സാധനം വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ഞങ്ങൾ എത്തി. ഇവിടെ നിന്ന് എന്തോരം വഴിയുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടുന്ന് ഏകദേശം 400 മീറ്റർ താഴേക്കുണ്ട്. ഹൃദ്രോഗികളും മറ്റ് ശാരീരിക ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളവരും സൂക്ഷിക്കാവുന്ന എഴുതിവെച്ചാണ്. മലയാളത്തിലും ഇംഗ്ലീഷ് തമിഴിലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ വഴി.
മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് തന്നുകൊണ്ടേയിരിക്കുക.